ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി. അതിലേക്ക് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 ഗ്രാം വെയിറ്റ് വരും കേട്ടോ മാങ്ങയ്ക്ക്. അപ്പം അങ്ങനത്തെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ആദ്യം ഒന്ന് തൊലി ഒന്ന് ചെത്തി നോക്കുക. തൊലിക്ക് ചില മാങ്ങയ്ക്ക് തൊലിക്ക് കയ്പ്പുണ്ടാവും. കയ്പ്പുണ്ടെങ്കിൽ ആ തൊലി ചെത്തി കളയാട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ മാങ്ങയ്ക്ക് തൊലിക്ക് കയ്പ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തൊലി ചെത്തി കളയാട്ടോ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കഷ്ണിച്ചെടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ കഷ്ണിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. കുഞ്ഞിത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വലിപ്പം എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ പൊടി പൊടിയായിട്ടാണ് അരിയണത്. നമ്മൾ സദ്യക്കൊക്കെ അങ്ങനെയല്ലേ കിട്ടുക, കുഞ്ഞു കുഞ്ഞായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി വലിയ കഷ്ണങ്ങളായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വിളമ്പാനും എളുപ്പം ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും. അതിലേക്ക് നമ്മളൊരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ പ്രോസസ്സ് ആദ്യം ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൻ്റെ വറവിട്ടാൽ മതി. അപ്പോഴേക്കും നമുക്ക് അച്ചാർ സെറ്റ് ആവട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കടുക് പരിപ്പും ഇങ്ങനെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ആ മാങ്ങ ഉപ്പിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴാണ് അതൊന്നും കൂടി സോഫ്റ്റ് ആവുള്ളൂ. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലെണ്ണ തന്നെ എടുക്കണം അച്ചാറിന്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർക്കണില്ല. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ചൂട് കുറവേ പാടുള്ളൂ. പൊടികൾ കരിഞ്ഞ് പോകരുത്, മൂത്ത് കിട്ടണം കേട്ടോ. നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം കേട്ടോ. നമ്മൾ അതിൻ്റെ ചൂടാറിയതിന് ശേഷം, മുളകിൻ്റെ മിക്സിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മളങ്ങനെ പരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ, ഡ്രൈ ആയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതൊന്ന് ചൂടാറണം കേട്ടോ. എന്നിട്ട് വേണം ഈ മാങ്ങയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ മാങ്ങയുടെ മിക്സിലേക്ക് ആ മാങ്ങ പരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ചൂടാറിയതിന് ശേഷം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടുക് പരിപ്പുണ്ടല്ലോ, അതും ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറൊന്നും വെച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്ന മാങ്ങ, ഒട്ടും ഉടയില്ല. ഇങ്ങനെ നമ്മൾ ചൂടാറിയതിന് ശേഷം ചേർക്കുന്നതുകൊണ്ട് ഒട്ടും ഉടയില്ല കേട്ടോ. ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മളിൽ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരളവിൽ എടുക്കുവാണെങ്കിൽ ഒരു 10 പേർക്ക് സുഖമായിട്ട് വിളമ്പാനുള്ളത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണാം കേട്ടോ. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒഴിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ അളവ് ഇത്തിരി കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.